നമ്മളിന്ന് സ്പെഷ്യലായിട്ടൊരു പൊറോട്ട തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പൊറോട്ടയിൽ എന്താണ് ഇത്ര സ്പെഷ്യലെന്ന്. സ്പെഷ്യലാണ്, കാരണം നമ്മളിന്ന് ചോറ് വെച്ചിട്ടാണ് പൊറോട്ട തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരുപാട് സാധനങ്ങൾ, നമ്മൾ സാധാരണ പൊറോട്ട തയ്യാറാക്കുന്നത് പോലെ അടിച്ചും പരത്തിയും അങ്ങനെ ഒന്നും ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ നമ്മുടെ ചോറെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മുട്ട, കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പ് മുഴുവനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഒട്ടും തരിയുണ്ടാകാൻ പാടില്ല. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പൊറോട്ടയുടെ മാവ് കുഴയ്ക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോറെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പ് മൈദ നമുക്ക് പോരാ, ഇനിയും ഒരു കപ്പ് മൈദ കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കപ്പ് മൈദ വെച്ചിട്ട് കുഴയ്ക്കുക. അതിനുശേഷം ആവശ്യാനുസരണം കുറേശ്ശെയായിട്ട് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് സാവധാനം സമയം എടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്നൊന്നും ഇത് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതിൽ സമയമെടുക്കുന്നൊരു ഇത് കുഴച്ചെടുക്കുന്നതിൽ മാത്രമാണ് നമ്മൾ ഈ പൊറോട്ട തയ്യാറാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പതിയെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇനി മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ടോട്ടൽ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്, നല്ല ഒട്ടും ഡ്രൈ ആകാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയാണ് എടുക്കണമെങ്കിൽ അത് അല്ലെങ്കിൽ സൺഫ്ലവർ ആണോ അത് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇനി നേരെ നമുക്ക് പൊറോട്ട തയ്യാറാക്കാം. സമയമില്ലാത്തവർക്കാണെങ്കിൽ, സമയമുള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുറച്ചും കൂടെ സോഫ്റ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനിത് വീണ്ടും ഒന്ന് കൈകൊണ്ടെടുത്ത് കുഴച്ചതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഓരോന്നും കുഴച്ചിട്ട് ഇതുപോലെ ആക്കി വെക്കുക. ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് നമ്മുടെ ചപ്പാത്തി ഇത് ചെറുതാണ്, അതിൽ നമുക്ക് ഇത്രയും വലുത് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളുടെ അടുക്കളയിൽ തട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ പരത്താൻ പറ്റുന്നത് അതിൽ പരത്തിയെടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് പൊടി ആദ്യം ഇട്ടതിന് ശേഷം ആദ്യത്തെ മാവ് എടുത്ത് വെച്ച് ഇത് പരത്തിയെടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇത് ഒരുപാട് വലുതാകുന്നതിന് മുന്നേ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് പരത്തിയെടുക്കുക. കുറച്ച് വലുതായതിന് ശേഷം പിന്നെ നമ്മൾ മറിച്ചിടണ്ട, പിന്നെ ഈ ഒരു ഭാഗം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി എല്ലാ വശവും ഒരേ കനത്തിലും വലിപ്പത്തിലും ഒക്കെ പരത്തിയെടുക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് നൈസായിട്ട് പരത്തിയെടുക്കേണ്ട, കുറച്ച് കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സൈഡിലേക്കും നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ ഓയിൽ അത്രയും മതിയാവും. ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും ഇത് അകത്തേക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നന്നായിട്ടിത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരു കത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് നീളം കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നായിട്ടെടുത്ത് ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുക്കുക, അതിൻ്റെ ആ സൈഡൊക്കെ. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഇതെല്ലാം അങ്ങനെ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്നതനുസരിച്ചിട്ട് കല്ല് ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുകയും വേണം. പരത്തി വെക്കാൻ പാടില്ല.
പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകാൻ വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് ചപ്പാത്തി ഒഴി വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് മേളിൽ കൂടെ ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതിയാവും. പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഫ്ലെയിം ഓൺ ആണെങ്കിൽ ഉൾവശം വേകാനും പുറമെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി പുറം ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് ഒരുപോലെ കിട്ടണമെങ്കിൽ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുകയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ദാ ഒരെണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഞാനിവിടെ കുക്കായതനുസരിച്ചിട്ട് ഒരുമിച്ച് വെച്ച് നമ്മൾ സാധാരണ പൊറോട്ട അടിക്കാറുള്ള പോലെ തന്നെ ഇതുപോലെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മളുടെ ചോറ് വെച്ചിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ സാധാരണ പൊറോട്ട എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടോ ഡിന്നറൊക്കെ ആയിട്ടോ കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ച് അധിക സമയം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.